الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം എവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം എവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് നൽകിയ വലിയൊരു അനുഗ്രഹമായി എടുത്തു പറയുന്ന ഒന്നാണ് നിക്കാഹ് എന്നുള്ളത്. പരസ്പരം ഇണകളായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചു. ഇത് അംബിയ മുർസലീങ്ങളുടെ എല്ലാം സുന്നത്താണ് നിക്കാഹ് കഴിക്കുക. അത് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഒരു അനുഗ്രഹം എന്നുള്ള നിലയിലാണ് എണ്ണി പറഞ്ഞിരിക്കുന്നതും. അള്ളാഹു പറയുന്നത് കാണാം, വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. നാം താങ്കൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണ്, താങ്കൾക്ക് മുമ്പ് നാം പല മുർസലീങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് ഇണകളെ, ഭാര്യമാരെ, സന്താനങ്ങളെ നിശ്ചയിക്കുകയും ചെയ്തു. മറ്റൊരായത്തിൽ ഇങ്ങനെയാണ്, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കി. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ. അങ്ങനെ നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും എല്ലാം അള്ളാഹു നൽകി. വറസഖക്കും മിനത് ത്വയ്യിബാത്ത്. ത്വയ്യിബാത്തുകളായ ഏറ്റവും പരിശുദ്ധമായതിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകുകയും ചെയ്തു. അപ്പോൾ ഇവിടെയെല്ലാം അള്ളാഹു അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുന്നിടത്ത് ചില അനുഗ്രഹമായിട്ടാണ് ഇതിനെ പഠിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും നിക്കാഹ് ചെയ്യാൻ കൽപ്പിക്കുന്ന കൽപ്പനകളുണ്ട്. അതേപ്രകാരം തന്നെ നിക്കാഹ് കഴിക്കാത്ത ആളുകളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ആയാത്തുകളുണ്ട്, ഹദീസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനോട്, ഭർത്താവ് എങ്ങനെയാണ് ഭാര്യയോട്, അവരുടെ അവകാശങ്ങൾ, അവരുടെ ബാധ്യതകൾ, ഇതിനെ സംബന്ധിച്ചെല്ലാം പരിശുദ്ധ ഖുർആൻ അതേപ്രകാരം സുന്നത്തും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, പലപ്പോഴും നിക്കാഹ് അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച ഒരു അനുഗ്രഹമെന്ന് എടുത്തു പറഞ്ഞ ഒരു കാര്യമായിട്ടുകൂടി അതിൻ്റെ ഗൗരവം പലപ്പോഴും മുസ്ലിം സമൂഹം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ്. എന്താണ് നിക്കാഹ്, എങ്ങനെയാണ് നിക്കാഹ് കർമ്മം നടക്കേണ്ടത്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചെല്ലാം പലപ്പോഴും വളരെയധികം അജ്ഞരാണ് വിശ്വാസികൾ. ഖുർആനിൽ തന്നെ വൈവാഹിക ബന്ധം ഭൂമിയിൽ അവസാനിക്കുന്നതല്ല,
നാളെ ആഖിറത്തിലും ഭാര്യമാരോടുകൂടെ മക്കളോടുകൂടെ ഒരുമിച്ച് കൂടേണ്ട, നിരന്തരം തുടർന്നു പോകേണ്ട ഒരു ബന്ധമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖബറിൽ വച്ചിരിക്കുന്ന മനുഷ്യൻ വിശ്വാസിയാണ് എങ്കിൽ ചോദ്യങ്ങൾക്ക് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്നാണ്. അള്ളാഹുവെ, പെട്ടെന്ന് നീ ഖിയാമത്ത് നാൾ ഉണ്ടാക്ക്. എന്തിനാണ്? എനിക്ക് എൻ്റെ അഹ്ലിനോട് കൂടി ചേരാൻ വേണ്ടിയിട്ട് എന്ന് ദുആ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ്. ഇങ്ങനെ വളരെ അനുഗ്രഹീതമായ അള്ളാഹു നിഅമത്ത് എന്ന് പഠിപ്പിച്ചിരിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം, അതിനെ നിയമപരമായി അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചതുപോലെ നടത്തുന്ന ആളുകൾ വളരെ തുച്ഛമായിരിക്കുകയാണ്. തിന്മകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഒത്തുചേരലായി മാറിയിരിക്കുന്നു നിക്കാഹിന്റെ വേളകൾ. ധാരാളം തിന്മകൾ, മ്യൂസിക്കില്ലാത്ത വിവാഹം വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇല്ല എന്ന് തന്നെ പറയാം. പലപ്പോഴും പലരും വിവാഹത്തിന് വിളിച്ചാൽ അവിടെ പോകാൻ വലിയ പ്രയാസകരമായി മാറിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിലേക്ക് ക്ഷണിച്ചാൽ അതിന് ഉത്തരം കൊടുക്കൽ നിർബന്ധമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ നിഷിദ്ധങ്ങൾ ഉണ്ടെങ്കിൽ പോകേണ്ടതില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവരോട് പറയാൻ സാധിക്കണം, നമുക്കിതാ ഇത് പാടില്ല എന്ന് പറയാൻ സാധിക്കണം. അതേപ്രകാരം തന്നെ സ്ത്രീ പുരുഷന്മാരുടെ ഇടകലരലുകൾ യാതൊരു നിയന്ത്രണവുമില്ലാത്ത രീതിയിൽ, ഇതെല്ലാം തന്നെ വൈവാഹിക ജീവിതത്തെയും ബാധിക്കുന്നതാണ്. ഏതൊരു കാര്യവും അള്ളാഹു പഠിപ്പിച്ച പ്രകാരമാണ് അതിന് നിർവഹിക്കേണ്ടത്. വൈവാഹിക ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിക്കാഹിന്റെ സന്ദർഭത്തിൽ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുതുബത്തുൽ ഹാജ. നമ്മൾ എല്ലാ ഖുതുബകളിലും തുടക്കത്തിൽ പറയുന്ന ഒന്നാണ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു എന്ന് തുടങ്ങുന്ന വളരെ സുന്ദരങ്ങളായ ചില പദങ്ങൾ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ വേളകളിൽ നിക്കാഹിന്റെ വേളകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഒരു സ്ത്രീയുടെ വലിയ അല്ലെങ്കിൽ രക്ഷകർത്താവ് ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ മകളെ എന്ത് ചെയ്യുന്നത്, വരനെ പിടിച്ചേൽപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഈ വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ്. ആ വാക്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഏത് കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഈ കാര്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഏത് കാര്യങ്ങൾ നടക്കുമ്പോഴും ഈ വാക്യങ്ങൾ പറയുമായിരുന്നു. ഈ വാക്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. നിരന്തരം മനസ്സിനെ ഓർമ്മിപ്പിക്കേണ്ടതുമാണ്. അതുകൊണ്ടാണ് നബി എല്ലാ ഖുതുബകളിലും ഇത് പറയും. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും മനപ്പാടായിരിക്കും. കാരണം നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു എല്ലാ ഖുതുബകളിലും കേൾക്കുന്നുണ്ട്, നിക്കാഹിന്റെ വേളകളിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഇത് നിരന്തരം നമ്മോട് പറയുന്നത് എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നില്ല. ഇത് നമ്മോട് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഇത് ഉണർത്തുമ്പോഴും ആ സദസ്സുകളിൽ പലപ്പോഴും ഇതിന് നേർ വിപരീതമായ കാര്യങ്ങളാണ് നടക്കുക. പിന്നെങ്ങനെയാണ് വൈവാഹിക ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതിയിൽ പല ആചാരങ്ങളും അവിടെ നടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വൈവാഹിക ജീവിതം കൃത്യമായി മാറണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അത് പ്രകാരം ചെയ്യണം. അതിൽ നമ്മോട് ഉണർത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം അബൂ ദാവൂദ് തുർമുദിയും എല്ലാം ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഖുതുബത്തുൽ ഹാജ പഠിപ്പിച്ചു നൽകി. ചില ഉലമാക്കൾ ചില ഹദീസുകളിലെല്ലാം കാണുന്നത് ഞങ്ങൾക്ക് 2 തശഹ്ഹുദ് പഠിപ്പിച്ചു എന്നാണ്. ഒന്ന് നമസ്കാരത്തിൽ, മറ്റൊന്ന് ഈ നിക്കാഹിന്റെ വേളകളിൽ. തശഹ്ഹുദ് അള്ളാഹുവിന്റെ ഏകത്വത്തിന് സാക്ഷ്യം വഹിക്കലാണത്. വളരെ പ്രാധാന്യമുള്ളതാണ്. മാത്രമല്ല ഈ വരികൾ കേട്ടിട്ട് ദുമാദുൽ അസ്ദി എന്ന് പറയുന്ന സ്വഹാബി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഈ വരികൾ കേട്ടിട്ടാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്തായി നഊദുബില്ലാ എന്ന് ഖുറൈശികൾ പ്രചരിപ്പിച്ചു. അങ്ങനെ ദുമാദുൽ അസ്ദി വിദേശത്ത് നിന്ന് മക്കയിൽ വന്നതാണ്. അദ്ദേഹം ആളുകൾക്ക് ചികിത്സ കൊടുക്കുന്നയാളാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു ചികിത്സ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് നബിയുടെ അടുക്കലേക്ക് ചെല്ലുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ഇത് പറഞ്ഞു കൊടുത്തു. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു എന്നുള്ള തുടങ്ങുന്ന ഭാഗങ്ങൾ അദ്ദേഹത്തിന് അത്ഭുതമായി. വീണ്ടും എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു.
നബി ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇതിന്റെ തുടക്കത്തിൽ അതിന്റെ രത്നച്ചുരുക്കമാണ് പറയണത്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു. 3 കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹുവിനെ സനാഉ പറയുന്നു, പ്രശംസിക്കുന്നു, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നിരന്തരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ കണ്ടിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, സനാഉ പറയാൻ, അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. തൊട്ടുടനെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. നമ്മൾ ദുർബലരാണ്, അള്ളാഹു നീ ഞങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, നീ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തവകളാണ്. പക്ഷേ ഞങ്ങൾ അതിന് ശുക്ർ ചെയ്യാൻ പ്രാപ്തരല്ല, അതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ നിസ്സഹായരാണ്, ബലഹീനരാണ്, ദുർബലരാണ്. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുകയാണ്. നിന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ശരിയായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ധാരാളം തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് മതിയായ രീതിയിൽ ശുക്ർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഇമാം ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഈ വസ്തുത ഏതൊരുവൻ മനസ്സിലാക്കുന്നുവോ അവന് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നബി നിക്കാഹിന്റെ വേള ഇത് പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ധാരാളം ചിന്തിക്കണം. നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്, അള്ളാഹു ആരോഗ്യം നൽകിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാ ദൂർത്തും കാണിക്കാമെന്നല്ല, സകല തോന്നിവാസവും കാണിക്കാമെന്നല്ല. നിക്കാഹിന്റെ വേള നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് ഖത്തീബ് പറയുന്നത്, ഇതാണ്. പക്ഷേ അതിനോടൊപ്പം നല്ല കാതടപ്പിക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കും അതേപോലെ തന്നെ ഡാൻസും നൃത്തങ്ങളും ഇത് ഒരു ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒരിടത്ത് ഏറ്റു പറയുകയാണ്, അള്ളാഹുവേ ഞങ്ങൾ ദുർബലരാണ്, നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം, നീ ഞങ്ങൾക്ക് നീ തന്നതാണ് ഈ സമ്പത്തെല്ലാം, നീയാണ് ഞങ്ങൾക്ക് ഈ മക്കളെ തന്നത്, ഭാര്യമാരെ തന്നത്, ആരോഗ്യം നൽകിയത്. ഞങ്ങളാണെങ്കിൽ ദുർബലരാണ്, നിന്റെ സഹായം ഞങ്ങൾക്ക് വേണമെന്നാണ് പറയുന്നത്. ഇത് ഒരാൾ ജീവിതത്തിൽ ചിട്ടയോടെ പ്രാവർത്തികമാക്കിയാൽ അവർക്ക് വിജയം സാധിക്കും എന്ന് ധാരാളം ഉലമാക്കൾ, ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ്, ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് എല്ലാം ഈ 3 കാര്യങ്ങളുടെ പ്രത്യേകത എണ്ണി പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ അത് തന്നെയാണ് കാണുന്നത്. നിരന്തരം നിർബന്ധമായിട്ടും നാം പറയേണ്ടി ഇരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നത് തന്നെയാണ്. രാവിലെയും വൈകുന്നേരവും ഒരു ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതിലും ഇതേ വാക്യങ്ങൾ കാണാൻ സാധിക്കും. വിശ്വാസി പറയേണ്ടതുണ്ട്, അബൂഉ ലക ബിനിഅമതിക അലൈ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകളെ ഞാൻ ഇതാ സമ്മതിക്കുകയാണ്. വ അബൂഉ ലക ബിദംബി, ഞാനാകട്ടെ പാപിയാണ്, ധാരാളം തിന്മകൾ ചെയ്തിട്ടുണ്ട്, ഇത് ഞാനിതാ ഏറ്റുപറയുകയാണ്, സമ്മതിക്കുകയാണ്. ഫഗ്ഫിർലി, എനിക്ക് പുറത്തുതാ അല്ലാഹ്. ഇത് രാവിലെയും വൈകുന്നേരവും പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പം നിരന്തരം ഒരു വിശ്വാസി ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങളാണിത്. അതേപ്രകാരം തന്നെ ശേഷം അതിൽ കാണാം, ഇത് ജീവിതത്തിൽ സൗഭാഗ്യം കൊണ്ടുവരും എന്ന് പറയാൻ കാരണം ഒന്നിലധികം അമ്പിയാക്കൾ അവരുടെ സമൂഹത്തോട് പറഞ്ഞത് കാണാം, നിങ്ങൾ ഇങ്ങനെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി അവനിലേക്ക് തിരിഞ്ഞു നടന്നാൽ ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാകും. നൂഹ് അലൈഹിസ്സലാം പറഞ്ഞത് കാണാം, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. തന്റെ സമൂഹത്തോട് പറഞ്ഞതാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹു പുറത്തു തരുന്നവനാണ്. നിങ്ങൾ ചെയ്ത പാപങ്ങൾ ഏതുമാകട്ടെ, വലിയ ശിർക്കാണ് അവർ ചെയ്തത്, പക്ഷെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങൾ മടങ്ങിക്കഴിഞ്ഞാൽ. എന്താണ് അതിന്റെ ഗുണം? നിങ്ങൾക്ക് ധാരാളമായി അള്ളാഹു മഴ വർഷിച്ചു നൽകും. അതേപ്രകാരം തന്നെ നിങ്ങളുടെ സമ്പാദ്യത്തിൽ, സന്താനങ്ങളിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകും. നിങ്ങളുടെ കച്ചവടങ്ങളിൽ, നിങ്ങളുടെ കൃഷിയിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യും. ഇതെല്ലാം അള്ളാഹുവിലേക്ക് ഈ രീതിയിൽ പശ്ചാത്തപിച്ചു മടങ്ങുമ്പോഴാണ് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം പിന്നീട് പറയുന്നത് വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ എന്നാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതം സ്വസ്ഥമാക്കണമെങ്കിൽ, സമാധാനപൂർവമാകണമെങ്കിൽ ഒരു വിശ്വാസിക്ക് നിരന്തരം ഉണ്ടാകേണ്ട കാര്യമാണ്. ഒന്ന്, തിന്മകൾ ചെയ്യാതിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അള്ളാഹു എന്നിൽ നിന്ന് നീ തിന്മ ഉണ്ടാക്കരുതേ എന്ന് ആദ്യമേ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ, ഞങ്ങളുടെ നഫ്സുകൾ പല ഷർറും ഉണ്ടാക്കും. അള്ളാഹ് പറഞ്ഞല്ലോ, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, നഫ്സ് നിരന്തരം മനുഷ്യനെ തിന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പലപ്പോഴും പല തിന്മകളും സംഭവിക്കാം. അതുകൊണ്ട് എൻ്റെ നഫ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് ഞാൻ തിന്മയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാക്കരുതേ എന്ന് ആദ്യമേ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. തിന്മ ചെയ്യാതിരിക്കാൻ പ്രിക്കോഷൻ എടുക്കുകയാണ്. ആദ്യമേ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്.
അള്ളാഹുവെ നഫ്സ് ഉണ്ടാക്കുന്ന ഷർറുകളിൽ എന്നെ പെടുത്തി കളയരുതേ. വമിൻ സയ്യിആതി അഅമാലിന, ഇനിയെങ്ങാനും ഏതെങ്കിലും തിന്മകൾ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എനിക്ക് നീ നൽകരുതേ. അത് മുഖേന പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചിലപ്പോൾ ദുനിയാവിലായിരിക്കാം, അല്ലെങ്കിൽ ആഖിറത്തിലായിരിക്കാം. തിന്മ ചെയ്താൽ അതിന് പ്രത്യാഘാതം ഉണ്ടാവുന്നതാണ്. പല രീതികളിലുള്ള പ്രത്യാഘാതം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ സമ്പത്തിലായിരിക്കും, ജീവനിലായിരിക്കും, അതല്ലെങ്കിൽ കച്ചവടത്തിലായിരിക്കും. തിന്മകൾക്ക് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. അപ്പോൾ തിന്മ ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ അത് നീ അതുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, നീ ഞങ്ങൾക്ക് പുറത്തു തരണം എന്ന് ചെയ്തു പോയിരിക്കുന്നത് തിന്മയെ തൊട്ട് അള്ളാഹുവിനോട് അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകാതിരിക്കാൻ ദുആ ചെയ്യാണ്. അള്ളാഹു പറഞ്ഞല്ലോ, വമാ സ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് വന്നു ചേരുന്നതായ മുസീബത്തുകൾ നിങ്ങളുടെ കരങ്ങൾ ചെയ്തുണ്ടാക്കിയതായ പാപങ്ങൾ നിമിത്തമാണത്. വയഅഫു അൻ കസീർ, ധാരാളം പാപങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതിന് ഞാൻ പുറത്തിരുന്നും ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന പല പാപങ്ങൾക്കും അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ പ്രത്യാഘാതം നൽകുന്നില്ല. അത് അള്ളാഹു പുറത്തു തരികയാണ്, വിട്ടുവീഴ്ച ചെയ്യുകയാണ്. അതിന് കടക്കുമ്പോഴാണ് പലപ്പോഴും ചെയ്യുന്നത് മുസീബത്തുകളായിട്ട് വന്ന് ഭവിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ തിന്മകൾ ചെയ്താൽ അതിന് പ്രത്യാഘാതം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന ആളുകൾ, തിന്മകൾ കൊണ്ടാണ് നിങ്ങളുടെ മക്കൾ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അത് തകരും, അത് തകരാതിരിക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മാ തവാദ്ദ സിനാനി ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരും പരസ്പരം സ്നേഹിക്കുന്നില്ല. വൈവാഹിക ജീവിതം എന്നുള്ളത് അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് കെട്ടിപ്പടുക്കുന്ന ഒരു ബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം, ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വ ഇന്നകും അഖൽതുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്, അള്ളാഹുമായിട്ടുള്ള ഒരു കരാറാണത്. അള്ളാഹു വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ് അവരെ. അങ്ങനെയാണ് നിങ്ങൾ അവരെ കൈപിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അവരുടെ ശരീരം നിങ്ങൾക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്നത് അള്ളാഹുവിന്റെ കലിമത്ത് പറഞ്ഞിട്ടാണ്. അള്ളാഹുവിന്റെ പേരിലാണ് ഈ ബന്ധം ആരംഭിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണു, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും ഫയുഫറഖു ബൈനഹുമാ, എന്നിട്ട് അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാവുകയും ചെയ്താൽ ഇല്ലാ ബിദംബിൻ യുഹദിസുഹു അഹദുഹുമാ, രണ്ടാൽ ഒരാൾ ചെയ്ത പാപം കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലാണോ ഞാൻ ഒരു സഹോദരനെ സ്നേഹിച്ചത്, അല്ലെങ്കിൽ ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, എന്നിട്ട് അവരുടെ ആ ബന്ധത്തിൽ ഇടർച്ച ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും ഒരാൾ തിന്മ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ കാരണത്താലായിരിക്കും എന്നാണ് നമ്മൾ നമ്മുടെ നഫ്സിനോട് ചോദിച്ചു നോക്കുക. പലപ്പോഴും പല പല ബന്ധങ്ങളും അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചതാണെങ്കിൽ അതിന്റെ ഇടയിൽ വീഴ്ച വരുന്നത് എന്താണ്, തിന്മകൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ തിന്മകൾ കൊണ്ട് ഒരു വൈവാഹിക ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് വിജയിക്കാൻ വളരെ പ്രയാസകരമായിരിക്കും എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ഒരിക്കൽ കൂടി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഖുത്ബത്തുൽ ഹാജയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ വിധിയിലുള്ള ഉറച്ച വിശ്വാസത്തെ സംബന്ധിച്ചാണ്. അതേപ്രകാരം അള്ളാഹുവാണ് ഒരു മനുഷ്യനെ വഴികാട്ടാനുള്ളൂ, അവന്റെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കപ്പെടുക. ഈ ബോധം മനസ്സിൽ രൂഢമൂലമാക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അള്ളാഹു ആർക്കാണോ വഴി കാണിച്ചു കൊടുക്കുന്നത് അവനെ ആരും വഴിതെറ്റിക്കുകയില്ല. അള്ളാഹു ആരെയാണോ വഴി തെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും ആരും തന്നെയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹിദായത്ത് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കണം, രക്ഷ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കണം. നമ്മുടെ കാര്യങ്ങൾ യഥാവിധം സ്വസ്ഥ ജീവിതം നൽകാൻ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അത് അള്ളാഹുവിനെ സാധിക്കുള്ളൂ. ശരിയായ റൂട്ടിലൂടെ നമ്മെ കൊണ്ടുപോകാൻ അള്ളാഹുവിനെ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ്
പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. നബിയെ, താങ്കൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ശരിയായ വഴിയിൽ കൊണ്ടുവരാൻ താങ്കൾക്ക് സാധിക്കൂല. അള്ളാഹു അവനുദ്ദേശിക്കുന്നവരെയാണ് വഴി കാണിച്ചു കൊടുക്കുക. അതിന് ചില കാരണങ്ങളുണ്ട്, ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആർക്കാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കുക എന്ന് വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. നബിയെ, താങ്കൾക്ക് പോലും അതിന് സാധിക്കുകയില്ല. ആരോടാ പറയണത്? അംബിയാ മുർസലീങ്ങളുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണേ. ഹിദായത്ത് നൽകാൻ അള്ളാഹുവിന് സാധിക്കുകയുള്ളൂ. ഏത് കാര്യങ്ങളിലാകട്ടെ ഒരു മനുഷ്യന് യഥാവിധം സമ്പൂർണമായ രീതിയിൽ അവന് ശരിയായ വഴി തെരഞ്ഞെടുത്ത് അതിലൂടെ പോകണമെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിൽ പരിക്കേറ്റു. ഞാൻ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചരിത്രമായിരിക്കും. നബിയുടെ തലക്ക് പരിക്കേറ്റു. നബി ചില ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. ഇതിൽ അബൂ സുഫിയാൻ ഉണ്ട്, അതേപോലെ തന്നെ പ്രമുഖരായ ചില ഖുറൈശി നേതാക്കളുണ്ട്. അവർക്കെതിരെ അള്ളാഹുവേ നീ അവനെ ശപിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചത്. പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, ലൈസ ലക മിനൽ അംരി ഷൈഉൻ, അങ്ങനെ കാര്യം തീരുമാനിക്കാൻ നബിയെ താങ്കൾക്കൊരു അവകാശവുമില്ല എന്ന് അള്ളാഹു തീർത്തു പറഞ്ഞു. ഈ പറയുന്ന ആളുകളെല്ലാം മുസ്ലിമായിന്ന. ആരെ നശിപ്പിക്കാനാണോ നബി ദുആ ചെയ്തത് അവർ മുസ്ലിമീങ്ങളായി മാറി. ശേഷം ഇസ്ലാമിൽ വലിയ സേവനങ്ങൾ അവർ അനുഷ്ഠിക്കുകയുണ്ടായി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സാധിക്കൂല, അള്ളാഹുവിനെ അത് സാധിക്കുകയുള്ളൂ. ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെയാണ്, നബി നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചുവെന്നാണ്, ഖുനൂത്തിൽ പ്രാർത്ഥിച്ചു. സഹാബികൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലുള്ള പ്രമുഖരായ സഹാബികൾ പിന്നിലുണ്ട്. നബി ദുആ ചെയ്തു കൈ ഉയർത്തിക്കൊണ്ട്, അല്ലാഹുവേ ഇന്നയാളെ നീ നശിപ്പിക്കണമേ, ഇന്നയാളെ നശിപ്പിക്കണമേ എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് വലിയ നാശമുണ്ടാക്കി ചില ആളുകളുടെ പേരെടുത്ത്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. അപ്പോ നബിയും നബിക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ സഹാബികളും അവരുടെ പ്രയാസങ്ങൾ മാറ്റാൻ, അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ അള്ളാഹുവിലേക്കാണ് കൈതിരിക്കുന്നത്, അള്ളാഹുവിലേക്കാണ് അവർ മുഖം തിരിക്കുന്നത്, അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. പക്ഷേ പലപ്പോഴും ആളുകൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. എൻ്റെ ഷെയ്ഖ് നരകത്തിലാണെങ്കിൽ ഞാനും പോയിക്കോളാം എന്നാ പല ആൾക്കാരുടെ നിലപാട്. അള്ളാഹു എന്ത് പറയുന്നു, റസൂൽ എന്ത് പറയുന്നു എന്നുള്ളതല്ല അവരുടെ നിലപാട്. അതുകൊണ്ട് ഇതും അള്ളാഹുവിടെ പഠിപ്പിക്കുന്നുണ്ട്. ശേഷം പറയുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇബാദത്തിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നതിന് ഞാൻ സാക്ഷിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മേലെ മറ്റൊരാളില്ല മനുഷ്യരിൽ. അതുകൊണ്ട് മുഹമ്മദ് നബി തന്നെ അള്ളാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് ഇബാദാത്തുകൾ ഒരടിമക്കുമില്ല, അള്ളാഹുവിന് മാത്രമേ ഇബാദാത്തുകൾ ഉള്ളൂ. ഇബാദാത്തുകൾ അതേതുമാകട്ടെ, ദുആ ആകട്ടെ, നേർച്ചയാകട്ടെ, ബലികർമ്മമാകട്ടെ, ഇസ്തിഗ്ഫാറാകട്ടെ, ഇസ്തിഗാസയാകട്ടെ, പശ്ചാത്താപതേട്ടങ്ങളാകട്ടെ, മഴ വർഷിക്കാനുള്ള ദുആയാകട്ടെ, അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിനോടാണ് ഇബാദാത്തുകൾ അർപ്പിക്കേണ്ടത്. ഇതാണ് ഇതിന്റെ ഏറ്റവും കാമ്പ്. അതുകൊണ്ടാണ് തശഹൂദ് പഠിപ്പിച്ചു എന്ന് സ്വഹാബികൾ പറഞ്ഞത്. അപ്പോ ഇതും ഏറ്റവും ഇതും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തൗഹീദ് ഇല്ലെങ്കിൽ വേറെ ഒന്നും സാധ്യമല്ല. പലപ്പോഴും പല ആളുകളും നിക്കാഹിന് മുമ്പ് ചില ജാറങ്ങൾ പോകുന്ന പരിപാടിയുണ്ട് ചില നാടുകളിൽ. നിക്കാഹ് ശരിയായി തീരാൻ, കുടുംബജീവിതം ശരിയാകാൻ ഇന്ന അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ നേർച്ച അർപ്പിക്കുക, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ വൈവാഹിക ജീവിതം ശരിയാവുള്ളൂ. ശിർക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് രക്ഷപ്പെടുക? തൗഹീദാണ് ഒരാളുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിന് ആധാരം. ഇത് ഖുർആൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്, ഖുൽ ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറ. നബിയെ പ്രഖ്യാപിച്ചേക്കുക, മനുഷ്യരോട് ഉറക്കെ വിളിച്ചു പറയുക, ഞാൻ എനിക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല. എനിക്കെന്തെങ്കിലും നന്മ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കൂല, എനിക്കെന്തെങ്കിലും നന്മ ചെയ്യാൻ എനിക്ക് തന്നെ സാധിക്കൂല. ഏതെങ്കിലും അപകടങ്ങൾ വന്നാൽ അതിൽ നിന്ന് തടുത്ത് രക്ഷപ്പെടാനുള്ള കഴിവ് എനിക്കില്ല എന്ന് നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക. എന്നിട്ടോ പിന്നെ എന്താണ് പറയേണ്ടത്? ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും അദൃശ്യ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ, ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈർ,
ഞാൻ ധാരാളം നന്മകൾ കരഗതമാക്കുമായിരുന്നു. എനിക്ക് ധാരാളം നന്മകൾ ലഭിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഏറെ ഇനിയും നന്മകൾ കരഗതമാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഗൈബ് എനിക്കറിയില്ല. വമാ മസ്സനി സൂ, ഒരു പ്രയാസവും എന്നെ വന്ന് ബാധിക്കുമായിരുന്നില്ല. നബിക്കും നബിയുടെ സ്വഹാബത്തിനും ധാരാളം പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ ആ പ്രയാസങ്ങളൊന്നും എന്നെ ബാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഗൈബും അറിയില്ല എന്ന് നബിയെ താങ്കൾ പ്രഖ്യാപിക്ക്. എനിക്ക് ഒന്നിനുമുള്ള അവകാശമില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ ഇബാദാത്തുകൾ അർപ്പിക്കുന്ന ആലിഹത്തുകൾ അവർക്ക് ഒരു ഖിത്മീർ പോലും ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല. ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴക്കുരുവിന്റെ ഉള്ളിലുള്ള അതിന്റെ മുകളിലുള്ള വെളുത്ത പാട, അതുപോലും ഉടമപ്പെടുത്താൻ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. അതിന്റെ അവകാശി യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ്. അപ്പോൾ പിന്നെ ആരോടാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത്? ഇതും ശരിയാക്കാതെ ഒരാളുടെ ജീവിതം ചെയ്യാൻ സാധിക്കില്ല, നേരെ ചൊവ്വേ നിലനിർത്താൻ സാധിക്കുകയില്ല. പിന്നീട് ഈ ഖുത്ബത്തുൽ ഹാജയിൽ പറയുന്നത് തഖ്വയാണ്. തഖ്വയാണ് വിജയത്തിന്റെ നിദാനം. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു പരിശുദ്ധ സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്. മുത്തഖീങ്ങൾക്കാണ്. തഖ്വ പാലിക്കുന്നവർക്ക് അല്ലാഹു പോംവഴികൾ തുറന്നു കൊടുക്കും പ്രയാസങ്ങളിൽ നിന്ന്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലാഹു റിസ്ക് നൽകും. കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അവർക്കാണ് യഥാർത്ഥത്തിൽ വിജയം എന്ന് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വാക്യങ്ങൾ ഖുത്ബത്തുൽ ഹാജയിൽ പറയുന്ന ഈ വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുന്നത് ഇങ്ങനെയാണ്. ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നവദമ്പതികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദാ ഇന്നയാള് നിനക്ക് നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയധികം നന്മകൾ പഠിപ്പിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിക്കാഹിന്റെ കർമ്മം നടക്കുന്ന സദസ്സുകൾ. പക്ഷെ നേരെ മറിച്ച് ഇതിന് നേർ വിപരീതമായി തിന്മകളുടെ ആഭാസങ്ങളുടെ മലപ്പടക്കമാണ് പലപ്പോഴും വിവാഹവേദികളിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ കാര്യങ്ങൾ നടക്കുകയില്ല. അതുകൊണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന യുവാക്കൾ, അതേപോലെ തന്നെ രക്ഷിതാക്കൾ, അവർ കൃത്യമായി ദൃഢമായ തീരുമാനമെടുക്കണം. അള്ളാഹു പഠിപ്പിച്ചതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലുള്ളതായ നിക്കാഹുകളെ എൻ്റെ വീട്ടിൽ നടത്തുകയുള്ളൂ എന്നുള്ള തീരുമാനമെടുക്കണം. അതിന് സമ്മർദ്ദം ചെലുത്താൻ നമുക്ക് സാധിക്കണം. തോന്നിവാസങ്ങളായി മാറരുത് എന്ന് വീണ്ടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.